ഹലോ ഗായ്സ്, എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇപ്പം നമ്മുടെ കലാജാതൻ്റെ ഫോർത്ത് ഡേ ആണ്. ഇന്നലെ വൈകുന്നേരം ആയിരുന്നല്ലേ നമ്മുടെ ഉദ്ഘാടനമൊക്കെ. അപ്പോൾ നമ്മളിത് നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ പോകാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇന്ന് നമ്മൾ 3 സ്ഥലങ്ങളിലാണ്, 4 സ്ഥലങ്ങളിലാണ് നമുക്കിന്ന് പ്രോഗ്രാം ഉള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റാണ് നമ്മുടെ സ്വന്തം നമ്മുടെ സുൽത്താൻ ബത്തേരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വയനാട് ഓവറോളാണ് ഇന്ന്, ഇന്നല്ല നമ്മുടെ ഈ ദിവസങ്ങളിൽ കലാജാതി ഉള്ളതെന്നല്ലേ. അപ്പോൾ ഇത് ഷോൾ എടുക്കും അമ്മേ. ഇത് ഞങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടല്ലേ അമ്മ, ഇങ്ങോട്ട് നോക്കാം, ഒരു ലുക്ക് തരും ഇങ്ങോട്ട്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഈ റൂം വിട്ട് പോവാണ്. എനിക്ക് വിഷമാവുന്നു. ഈ 3 ദിവസം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെത് ഫാനൊക്കെ ഓഫാക്കി, ഒന്നുമില്ല എടുക്കാൻ, ഓക്കെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ റൂമിൽ നിന്നും വിട പറഞ്ഞിറങ്ങുകയാണ് ഗൈസ്. നിൽക്കുക ഈ മാലിന് നടക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ എവിടെയുള്ളത് നിങ്ങൾക്കറിയില്ല, നമ്മൾ ഓയിസ്കേലാണുള്ളത്. ചുള്ളിയോടുള്ള സ്ഥലത്തിൻ്റെ പേര് തന്നെ പാതിരിപ്പാല അല്ലേ. എൻ്റെ പൊട്ട് ബാത്റൂമിലുള്ളത് പിടിക്ക്. അയ്യോ ഗൈസ്, അപ്പോൾ എൻ്റെ പൊട്ട് ഞാൻ ഇവിടെ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പൊട്ടെടുത്തിട്ട് കേട്ടോ. ഇതല്ലേ പൊട്ട് ഇവിടെ ഇരിപ്പുണ്ട്. കണ്ണാടിയിൽ ഞാൻ രാവിലെ മുഖം കഴുകാന്നപ്പോഴേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. നമ്മളിനി എന്നാണ് നമ്മൾ ഈ ഓയിസ്കേയിലേക്ക് വരിക എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളിനി ഇറങ്ങുവാണ്. ഓക്കെ, ബാഗാണല്ലോ ഒരു കുമ്പ പോലെ ആയിട്ടുണ്ട്, അല്ലേ, മോസ്റ്റ് വലുതായിട്ടുണ്ട് ബാഗ്. മമ്മ എന്ത് ചെയ്യും? മമ്മ താഴേക്ക് പോയിട്ടുണ്ട്. ബാഗ് എടുത്തോ? എടുത്തില്ലേ? നമ്മുടെ വണ്ടി, നമ്മുടെ ട്രാവലർ അവിടെ കിടപ്പുണ്ട്. അപ്പം എല്ലാ സാധനങ്ങളും എല്ലാവരും എടുത്തിട്ട് ഇവിടെയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്ക് കാരണം നമുക്കേ വീഡിയോ എടുക്കാനുള്ളത് ഇതല്ലേ ടൈം നമുക്ക് ശരിക്കും അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തത്രപ്പെട്ടെടുത്ത് വ്ളോഗാണ്. പക്ഷേ കുഴപ്പമില്ലല്ലേ ഗൈസ്. അപ്പോൾ ഇനി എന്താ പറയണ്ടേ അല്ലേ മമ്മ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയി പ്ലേറ്റ് എടുത്തോ? ഇതാണോ പ്ലേറ്റ്? ഒരു പ്ലേറ്റ് മതി മമ്മ. ചോറാണോ എന്താ കഴിക്കാൻ? ഒരു പ്ലേറ്റ് മതി. ഒന്ന് മതി. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് മതി, കാരണം എനിക്കുള്ളതും കൂടി മമ്മ എടുത്തോളും ഗൈസേ. കുപ്പി എന്തിനാ എടുത്തത് മമ്മ? വെള്ളം അവർ വാങ്ങിക്കോളും. നമ്മളെന്തിനാ കുപ്പി ചുമന്നുകൊണ്ട് പോകുന്നത്? വെള്ളം അവർ വാങ്ങിത്തരും അല്ലേ. ഞാനും കൈ കഴുകട്ടെ. സത്യം പറഞ്ഞാൽ കൈയൊന്നും കഴുകരുതില്ലേ മമ്മ? അതോ കൈ കഴുകാൻ പാടില്ല. ഇതല്ലേ വാഷ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിനി ഒറ്റ ദിവസവും കൂടി നമ്മളിനി ഇല്ല ഇവിടെ. നമ്മളിനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ന് 3-4 സ്ഥലത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ വരും. അമ്മമ്മ പൊയ്ക്കോ. ഈ ഇന്ത്യൻ മാമന് എന്താ ഇന്ത്യൻ മാമ. അപ്പം ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ അടുത്ത സ്ഥലത്താണ് നമ്മൾ സ്റ്റേ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള ഇടലില്ല. ചുവാറ് ഇഡലി ബോക്സിലിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഗൈസ്. ഇഡലി ഇന്ന് ബോക്സിലാണ് വന്നേക്കുന്നത്. മതി കുറേ എടുക്കണ്ട കേട്ടോ. അയ്യോ എനിക്ക് ഇച്ചിരി മതി, എനിക്ക് തുള്ളി മതി. കറി സാമ്പാർ കുറച്ച് അധികം കേട്ടോ, വേണ്ടി വരും. പോരെ, മതിയാവോ? ചെയ്യുമ്പോഴല്ലേ അല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വായിക്ക് വിശപ്പല്ല, പക്ഷേ വയറിന് ഭയങ്കര വിശപ്പാണ്. കഷ്ണം ഇഷ്ടമാണ്. അപ്പം നമുക്ക് നമ്മുടെ സ്ഥലത്ത് പോയിരിക്കാം കേട്ടോ, നമ്മുടെ സ്വന്തം സ്ഥലത്ത് പോയിരിക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. കൈയിടിച്ചടേ. പിന്നെ മമ്മ എന്നെ ഫീഡ് ചെയ്യിപ്പിച്ച് പോവുകയാണ്.
അപ്പം ഇനി ഞങ്ങൾ ഒരു പാത്രത്തിലാണ് കഴിക്കുന്നത്. പാത്രം തന്നെ ഇളകിയില്ലായിരുന്നോ? ഇവിടുന്ന് പോവാണ്. ഇതിൽ നല്ല പൂ പോലെ ഉണ്ട്. രസമുണ്ട്. അയ്യോ ഫോണല്ല എല്ലാം എടുത്തോ നോക്കട്ടെ. ആ ഫോണൊക്കെ ഉണ്ട് ഉണ്ട്. ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ ത്രില്ലിലാണോ? ഞങ്ങൾ ത്രില്ലില്ല. അറിയണ്ടേ? അറിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ യാത്ര ചില്ലിങ് വൈബാക്കാം. ലെറ്റ്സ് ഗോ. തരും ഗായ്സ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ പോകുവാണ്. അപ്പോൾ അതെ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടല്ലേ മമ്മേ? അപ്പോൾ നമ്മളിനി ഓയിസ്കേയിൽ നിന്ന് സ്ഥലം വിടുകയാണ്. ഇനി അടുത്ത ഏത് ഹീസ്കേയിലൊക്കെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അമ്മേ. അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അല്ലേ? ബാ ഒരു കാര്യം ചെയ്യാം. ഈ ബാഗും തൂക്കി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് ബാഗ് വെച്ചാലോ? ഓക്കെ അല്ലേ? ഇപ്പോൾ തലയിലിടിച്ചെൻ്റെ സ്ക്രൂവും ലൂസായ ഒന്നാമതുള്ള സ്ക്രൂ ഒക്കെ ലൂസാണ്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബാഗ് ഇവിടെ വെക്കാം. ഇങ്ങ് വാ അമ്മ, ഇവിടെ വെക്കാം. അവിടെ ഇരിക്കട്ടെ, അവർ ശരിയാക്കല്ലേ? ഇത് കണ്ടില്ലേ, അവർ നമ്മുടെ കലാജാതൻ്റെ എബ്ലാണ് വെച്ചത് ഉണ്ടോ? അപ്പോൾ ഈ ഫ്ലാഗ് നമ്മൾ വണ്ടീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഹാങ് ചെയ്യുകയാണേ. കണ്ടോ? എടുക്കെടുക്കട്ടെ, എന്നെ എടുക്കേ. നമ്മുടെ വണ്ടി 9 ദിവസം നമ്മളിനി ഈ വണ്ടി ഇപ്പോഴും നമ്മുടെ ഈ വണ്ടി തന്നെയായിരിക്കും കേട്ടോ. അല്ലേ മമ്മേ? അതെ. ഇനി നമ്മുടെ മറ്റേ ഇതില്ലേ, എന്താ അതിൻ്റെ പേര് പറയാം? ബാനർ. ബാനർ നമ്മളിനി അതിൻ്റെ ആ സൈഡിൽ നമ്മളിനി തൂക്കും. അല്ലേ മമ്മേ? എന്തായാലും നമ്മുടെ ഗിരീഷ് സാറിനെ നല്ല മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഗൈസേ. അപ്പോൾ ഇനി നമുക്കിനി വണ്ടിക്ക് നമുക്കിനി പോകാനുള്ള പരിപാടിയിലാണ്. ഡ്രസ്സ് കുറവണോ? അല്ലല്ലോ, അല്ല ടെൻഷൻ കണ്ടപ്പോഴേ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, പോകാനുള്ള പരിപാടി നോക്കാം അല്ലേ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് മുഴുവനൊന്നും കണ്ടില്ല. ഇവിടെ കുളമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റിയ കുളമെന്നുള്ളൂ അല്ലേ ഗായ്സ്? അപ്പം ഞാൻ നമ്മുടെ ഈ നാഗമരത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പൂക്കൾ വീഴുന്നുണ്ട് ഇവിടെ. ഞാനന്ന് പറഞ്ഞായിരുന്നു എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇതെന്നെ അട്ടയോ പുഴുവാണോ തൂങ്ങി കിടക്കുന്നത്? പുഴുവാന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഞാൻ പോയിട്ടൊരു പൂ വലിച്ചു. നല്ല ഞാൻ പറയാം, നമ്മുടെ പനിനീരിൻ്റെ പോലത്തെ ഒരു മണം പ്ലസ് ആയിട്ടുള്ള വേറെ എന്തോ ഒരു ടൈപ്പ് ഒരു കൂടിയൊരു മണം, ഒരു കൂണിൻ്റെ പോലത്തെ മണം. കൂണും പനിനീരും കൂടി ചേർമ്പോൾ ഉണ്ടായിരുന്ന മണം ആണ് ഇതിനുള്ളത് കേട്ടോ. ഇത് കണ്ടോ, നോക്ക്, ഞാൻ കാണിച്ചിട്ട് കണ്ടോ. ഇതാണ് നമ്മുടെ നാഗപ്പൂ എന്ന് പറയുന്നത്. നല്ല രസമല്ലേ നാഗപ്പൂവാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാൻ കമൻറ്റ് ചെയ്യും കേട്ടോ. ശരിക്കും എനിക്ക് നാഗം പോലെ തോന്നുന്നത്, അങ്ങനെയാണ് നാഗമരം എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് മുകളിലേക്ക് വേറൊരു ട്രീ പോലെയാണ് പോയേക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഒരുപാട് ഇഷ്ടംപോലെ ഇവിടെ പൂക്കൾ നിലത്ത് വീണ് അത് എന്താ പറയുക, ചീഞ്ഞിട്ട് ഒരു ടൈപ്പ് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലവർ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ ഗായ്സേ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ബാഗ് എടുത്ത് വെച്ചാലോ എന്നിട്ട് വമ്മേ? അപ്പോൾ ഞങ്ങൾ ബാഗ് എടുത്ത് വെക്കാൻ നോക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു റഷായിരിക്കും. പിന്നെ നമ്മുടെ ബാഗ് ഒന്നാമത്തെ കുംഭാമാനാണ്. അപ്പം ഇരിക്കാൻ പറ്റുമോ ബാഗിന്? മുകളിലൊക്കെ വെക്കേണ്ട വരും കേട്ടോ നമ്മൾ. അപ്പം ഞാൻ നോക്കി ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വീടും താഴേക്ക് ഇതേ കുഞ്ഞൊരു വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടേക്ക് അടുത്തടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് കുറേ കാടുണ്ട്. ഇതുണ്ടോ ഓയിസ്കാന്ന് എഴുതി വെച്ചേക്കുന്നത്, കണ്ടില്ലേ? ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്നറിയോ ഗൈസേ, ഇവിടെ CC എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ആയിട്ടാണ് ശരിക്കും. അവിടെ നിന്നൊക്കെ ഷോർട്ട് കട്ട് വഴിയാണ് ശരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു ഈ വഴിക്ക് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ മുഴുവനും എന്താ പറയുക ലിങ്കായിട്ടാണ് കിടക്കുന്നത്. പോവാം, എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാഗ് വണ്ടിയിലേക്ക് എടുത്ത് വെക്കാൻ പോവാം അല്ലേ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താവും നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇന്നലെ സ്റ്റേജ് ചെയ്ത് വന്ന അവിടെ എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും എന്നോട് നാടൻപാട്ട് പാടാൻ വേണ്ടി പറയും. അപ്പം ഞാൻ നാടൻപാട്ട് താരകപ്പെണ്ണാണെന്നുള്ള നാടൻപാട്ടില്ല, അത് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാടാൻ ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ
എന്താ പറയുക, 3-4 സ്ഥലത്ത് നമുക്കിത് കലാജാഥ ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞാലോ, സുൽത്താൻ ബത്തേരിയിലാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പം ഈ വ്ളോഗ് എന്തായാലും അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. എന്തായാലും ഇപ്പം പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. അപ്പം ബത്തേരി വന്ന് കണ്ടവരൊക്കെ, എന്നെ കലാജാഥയിൽ കണ്ടവരൊക്കെ വയനാടുള്ളവരോടാണ്. വയനാടില്ലാത്തവർക്കും വന്ന് നമ്മൾ കലാജാഥ കാണാം. അപ്പോൾ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടെങ്കിലും വന്നിട്ട് കാണുക. എന്നിട്ട് നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മളിനി ബാഗ് നമുക്ക് വണ്ടിയിലേക്ക് എടുത്ത് വെക്കാൻ പോവാം. അപ്പൊ ഞങ്ങളത് ഞങ്ങളുടെ ബാഗ് വെക്കാൻ പോവാം. ബാഗിന് ദിവസം ചിലതോറും കാലം കൂടുവാണല്ലോ. ഒന്നതിനെതിരെ മാത്രം എന്തോ വരുന്നുണ്ടോ? ആ അമ്മേ അപ്പാ അതാ ഓക്കെ, ബാഗ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗായ്സ്, വേഗം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം അല്ലേ. ബാ നമ്മള് കുറച്ച് നേരത്തെ പ്രാക്ടീസിന് ശേഷം നമ്മള് എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടിയിൽ കയറിയിരിക്കും. ഇതെന്താ ബാഗ് എടുക്കുന്നുണ്ട്? ബാഗ് ഇപ്പൊ എവിടെ വെക്കും അമ്മ? അയ്യോ, ഇത് പ്രോപ്പർട്ടി അല്ലേ? വേഗം മുകളിലേക്ക് വെക്കണോ? അമ്മ ഇരിക്കും, അമ്മ ഇരിക്കും, അമ്മ ഇരിക്കും. അത് പിടിച്ചോ. ഇതെന്തൊരു കാണാൻ ബുക്കൊക്കെ ഇതിപ്പോ അതിന്റെ മുകളിലേക്ക് പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കുന്നല്ലേ മക്കളെ ഈ ബുക്കൊക്കെ? നമ്മുടെ ബുക്ക് നമ്മുടെ ബാഗിലുണ്ട്. ബാഗിന് മടി വെച്ചിരിക്കുന്ന ഒരു നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി പോകാൻ വേണ്ടി പോവാണ്. നമ്മളെ നമ്മുടെ ബാഗിലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ബാഗ് സുരക്ഷിതമായിട്ട് വണ്ടിയിൽ തന്നെ വെക്കുക. അത്യാവശ്യം ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി മാത്രം നമ്മളെടുത്ത് പുറത്ത് വെക്കുക. മറ്റേ ഇതും താങ്ങി നമുക്ക് നടക്കൂല. പ്രോപ്പർട്ടി മാത്രം ബാഗ് വണ്ടി വെക്കാം. അതെ അതെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ തുടങ്ങാൻ പോവുകയാണ് അല്ലേ മമ്മ? ഓ വാവ്, ഫസ്റ്റ് നമ്മള് ബത്തേരിക്കാണ് പോകുന്നത് അല്ലേ? അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് പഞ്ച്വാലിറ്റിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മള് 9:30 പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഇറങ്ങുമ്പോ 10:30 അതെ. അപ്പൊ അങ്ങനെ 10:30 കൂടി നമ്മൾ ഓയിസ്കേലിൽ നിന്ന് നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് നമ്മുടെ കലാജാഥ തുടങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ കലാജാഥ ദൗത്യയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ മമ്മ? ഇപ്പൊ നമ്മളിനി ഈ വണ്ടിയിൽ തന്നെ ആയിരിക്കും. സാധനം എന്താണ്? സാധനം കാണാതായിട്ടുണ്ട്. ചെണ്ട സീറ്റ് ഇതിന്റെ പുറത്ത് നോക്കാൻ അല്ലേ? ആ ഡിക്കി തുറന്നിട്ടേ പറ്റില്ലേ? അങ്ങനെ നമ്മള് സുൽത്താൻ ബത്തേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട്. നമ്മൾ അവിടെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്, കലാജാഥ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പൂമരമൊക്കെ കണ്ടില്ലേ? പൂമരത്തില് അവര് ഒരുപാട് കളേഴ്സുള്ള ഫ്ലവേഴ്സാണ് അവർ ചെയ്തേക്കുന്നത്. അത് കടവൊഴുകി വീണ് കഴിഞ്ഞപ്പോൾ ഇതുണ്ട് നമ്മുടെ ഗണപതി ടെമ്പിൾ അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ വിഘ്നേശ്വരനോട് എല്ലാ വിഘ്നങ്ങളും മാറ്റാൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ വെച്ചാണ് നഗരസഭയിലല്ലേ? സ്വതന്ത്ര മൈതാനം അവിടെ വെച്ചിട്ടാണ് നമ്മൾ കലാജാഥ അവതരിപ്പിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇവർ ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ സംഭവമൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഹോൾ ടീം ഇവിടെ റെഡി ആയിട്ടിരിക്കില്ല അല്ലേ ഗായ്സ്? റെഡി അല്ലേ? അതെ, നമ്മള് ബത്തേരി എത്തി. എല്ലാവരും ഉറങ്ങുവാണോ എന്താ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മള് റെഡിയാണ്. ആർക്കും
ആർക്കും ഒരു എനർജി ഒന്നുമില്ല. എൻ്റെ അത്ര എനർജി അല്ലെങ്കിൽ ആർക്കും ഇല്ല. നമ്മളെപ്പോഴും എനർജി ആയിരിക്കും. നമുക്ക് എന്തൊക്കെ വീക്ക്നെസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും നമ്മളതിൻ്റെ ചില്ലിങ് വൈബിലായിരിക്കും അല്ലേ അമ്മേ? അതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ പൊരി വെയിലത്താണ്. അവിടെ തണലല്ലേ ഭാഗ്യത്തിന് അവിടെ തണലാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാനിത് ഇറങ്ങാൻ പോവാണ്. അമ്മയ്ക്ക് ഇത് ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല ഉടുക്കത്ത വെയിലാണ് കേട്ടോ. ഈ വെയിൽ നമുക്ക് കൊള്ളാൻ പറ്റിയല്ല. ഞാനിപ്പോൾ തലയിൽ ഇത് നമ്മുടെ ഷാളൊക്കെ വെച്ചാണ് കേട്ടോ വരുന്നത്. അമ്മേ ഇത് കണ്ടോ വണ്ടികൾ. ഇത് നമ്മുടെ ഗണപതി അമ്പലത്തിന് തൊട്ട് ഓപ്പോസിറ്റാണിത് നമ്മുടെ കലാജാഥ നടക്കുന്നത് കേട്ടോ. എൻ്റെ കേരളം അഭിമാനം പുരോഗമന കലാ സാഹിത്യ സംഘം വയനാട് ജില്ല ഇതുണ്ടോ ഗൈസ്. ഇത് എല്ലാവരും എല്ലാ കാര്യങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും അടിപൊളിയായില്ലേ ഗൈസ്. അപ്പം നമുക്ക് നമ്മളെ മമ്മ ഇത് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് മമ്മേൻ്റെ അടുത്തേക്ക് പോവാട്ടോ. ഹലോ, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്നത് ജുവാന അല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഞാനിവിടെ കലാജാഥയ്ക്ക് വന്നായിരുന്നു. അയ്യോ ഞാനും കലാജാഥയ്ക്ക്. അപ്പൊ നമ്മൾ ഒരു കലാജാഥയിലാണോ? അയ്യോ അപ്പൊ നമ്മുടെ ടീമാണ്. അപ്പൊ നമുക്ക് ടീമായിട്ട് ചെയ്യാല്ലേ. അപ്പൊ നമ്മുടെ ഹാപ്പി ബത്തേരിയിലാണ് നമ്മളിപ്പോ ഉള്ളത് അല്ലേ മമ്മേ? അതെ ഹാപ്പി ബത്തേരി. ഇത് കണ്ടോ നമ്മുടെ പൂമാല നിൽക്കുന്നു. ഭയങ്കര വെയിലാണേ. ഭയങ്കര വെയിലാ. കൈയൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ടോ എന്ന് പറയുമായിരിക്കും. മതി വ്ളോഗ് എടുത്തത് വേഗം വാരെന്ന് പറയും. എന്നിട്ട് അവിടെ പോയി നിൽക്കുമ്പോൾ ആരോട്ട് വരുമല്ലോ അല്ലേ? അപ്പോൾ അവരുടെ മൈക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ മമ്മേ? മൈക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അവർ ചെണ്ടയൊക്കെ റെഡിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം ഇപ്പം തന്നെ ഏതാനും സമയങ്ങൾക്ക് ശേഷം തുടങ്ങുന്നതാണ്. അപ്പം ഞാൻ തുടങ്ങട്ടെ. ഞാൻ ക്യാമറ കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല അല്ലേ മമ്മേ? അവിടെ വെച്ചാൽ സേഫ് അല്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ചോട്ടോ. നമ്മുടെ നന്ദു അതെ അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് പോയിട്ടോ. സെറ്റല്ലേ? റെഡി? ഓക്കെ. അപ്പം അങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പഴയ സ്റ്റാൻഡിൽ നിന്നിട്ടാണ് പണ്ടൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഇവിടുന്ന് തെന്നി വീഴാതെ പോകണം അല്ലേ മമ്മേ? ഓക്കെ. അപ്പം നമ്മുടെ ഗണപതി ഞാൻ പറഞ്ഞത് ഗണപതി നമുക്ക് കണ്ടോണ്ട് നമുക്ക് ചെയ്യാം. ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും മാറ്റട്ടെ അല്ലേ? എന്തൊരു കാര്യം ചെയ്യാനും ഫസ്റ്റ് നമ്മൾ ഗണപതിന്റെ അടുത്താണ് പ്രാർത്ഥന. ഓക്കെ. അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങുന്നതാണ്. അപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുള്ള നമ്മുടെ കലാജാഥ കഴിഞ്ഞിട്ട് ഞങ്ങളത് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? അതെ. ഞെട്ടത് എന്തിനാ അല്ലേ? ഞെട്ടിക്കുമ്പോ ഞെട്ടാൻ പാടില്ല, അതാണ്. ഇപ്പൊ നോക്കെ എല്ലാരും ഇരിക്കുവാണ് ഗൈസ്. അപ്പൊ ഞങ്ങളത് എവിടെ ഇരിക്കുവാണ്. അപ്പൊ നമ്മുടെ കലാജാഥന്റെ പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മള് പോകുന്നത് അല്ലേ? എന്ത് ചെയ്യാനാ, കൂടെയുള്ളവരെ ഞെട്ടുന്നു. എന്ത് ചെയ്യാൻ, ആർക്കും ധൈര്യം ഇല്ലെന്നേ, വെറുതെ പുറമെ കാണുന്നത്. പാടാം. ചിറകുകൾ കേരളം, അതിദരിദ്ര മാനുഷർ പുഞ്ചിരിച്ച കേരളം, കേരളം. അപ്പൊ നമ്മളങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അടുത്ത ഡെസ്റ്റിനേഷൻ ചുള്ളിയോടാന്ന് തോന്നുന്നു അല്ലേ? നമ്മള് ഡബ് ചെയ്യാൻ പോയില്ലേ, അവിടെ നിന്നാണ് തോന്നുന്നത് അല്ലേ മമ്മേ? ചുള്ളിയോട്. അതെ, നമ്മള് നല്ല വേർന്നിട്ടുണ്ട്. വെയിലൊരു രക്ഷയില്ല. വെയിലാണ്. ഈ വെയിലത്താണ് നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മൾ ചായ കുടിക്കാൻ പോവാം. പക്ഷെ എന്റെ ആളെ കാണുന്നില്ല. എവിടെ പോയി എന്റെ പാർട്ട്ണർ? പോലെ ഗായ്സ്, നമ്മള് ചായ കുടിക്കാൻ പോവാണ് ഗായ്സ്. എങ്ങോട്ടാ ചായ കുടിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. എവിടെ പോണ്ടേ? എവിടെ പോണ്ടേ? വെയിൽ കൊള്ളാൻ പറ്റില്ല, അത് മാത്രമാണ്. ഞാൻ ഈ ബാഗ് ഒന്ന് നേരിട്ടോ ഗൈസേ. ആര്
അതല്ലേ പോന്നു. അപ്പോൾ നല്ല ഞങ്ങൾ കാര്യം ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എങ്കിലും ചായ അത്യാവശ്യമാണ് കഴിച്ചേ. ചായ കുടിക്കുക. എന്തൊരു വെയില. ഞാൻ ഒന്ന് എൻ്റെ ബാക്കോട് വെക്കട്ടെ. ഇവിടെ അയ്യോ ഇത് അൽഫാമിൻ്റെ സ്മെല്ല് വരുന്നത്. അവരൊക്കെ വരുന്നുണ്ട്. അത് ഹോട്ടലല്ലേ? അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് ഓർത്തു. അവരെ ഏത് ഹോട്ടലിലേക്കാണ് പോലും കയറിപ്പോയത്. നമുക്ക് പോകാം. എന്താ ഇങ്ങനെ തുടർന്ന് അങ്ങനെ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നോണ്ട് പറയും. ഓ യേശോ ശരിക്കും. അയ്യോ അയ്യ. അപ്പം ഞാൻ എന്താ ആക്ട് ചെയ്യുന്ന പറയുന്നത്? ഇതൊക്കെ റിയാലിറ്റി ആണ്. നിങ്ങൾ ആക്ടിങ് ആയിട്ട് കാണരുത്. ഓ ഗൈസ്, നമ്മൾ ഈ ബസ്സിൽ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സ്ഥലം ഇവിടെ വാ അവിടെ 2 സീറ്റ് ഉണ്ട്. വാ അപ്പോൾ ഗൈസ് നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. ഓ ഗൈസ് ഇവിടെ ക്ലീനുള്ള നമ്മളെന്തൊക്കെ പറയാ കഴിക്കാൻ? എന്തെങ്കിലും പറയണ്ടേ കഴിക്കാൻ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ കേട്ടോ. ഗൈസ് നമ്മുടെ കട്ട്ലേറ്റ് വന്നിട്ട് നമ്മൾ കട്ട്ലേറ്റാണ് ഗൈസ് ഇതാക്കുക. നമ്മുടെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ വന്നില്ല കേട്ടോ. നമുക്കിത് കഴിയുമ്പോൾ ആയിരിക്കും വരുന്നത്. എന്തെങ്കിലും കട്ട്ലേറ്റ് നമുക്ക് കഴിക്കാവേ. കോഫി ഓർഡർ ചെയ്തു. കോഫി കഴിച്ച് കഴിയാനായിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അവിടെ ജ്യൂസ് വരുമോ നോക്കാം. എല്ലാവരും കുടിച്ച് കഴിയാറായി. എന്നിട്ട് നമ്മുടെ സാധനം വന്നിട്ടില്ല. നമ്മുടെ ഭാഗ്യം പൈനാപ്പിൾ ജ്യൂസ് എത്തിയിട്ടുണ്ട്. ഞങ്ങളൊന്ന് ജ്യൂസ് കഴിക്കണേ. ഇതാ രസമുണ്ടോ കുടിക്കാൻ? ഞാൻ കുടിച്ചോടാ. ശരിക്കേട്ടാ നമ്മളിങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞറിയോ? നമ്മുടെ വയറിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പോകും. ജലദോഷം വന്നിരിക്കണ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചാൽ സെറ്റാവും. മനസ്സിലല്ലേ? പൈനാപ്പിൾ അത്രയും മോസ്റ്റാണ്. മമ്മ കുടിച്ചു കഴിഞ്ഞു. മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടും ജ്യൂസും പൈനാപ്പിളാണ് അല്ലേ? എനിക്കിഷ്ടം പൈനാപ്പിൾ. കഴിക്കാൻ കിട്ടിയില്ല അവിടെ. കുറേ നേരമുള്ളത് പറഞ്ഞിട്ടല്ലേ? എന്താ പറഞ്ഞേ? അവൽ മിൽക്കാണോ? മധുരമില്ല ജ്യൂസിന് കഴിച്ചു. അവൽ മിൽക്ക അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൽ മിൽക്കാന്ന്. ഒക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കിണ്ടിയിൽ കയറാൻ പോവാണ്. അയ്യോ എന്തൊരു ചൂടാണോ ഈശ്വരാ. അയ്യോ വെയിലാണ്. വീട്ടിലെത്തുമ്പോൾ എന്തായാലും നമ്മൾ ആടുജീവിതമാകും ഉറപ്പാണ് അല്ലേ മമ്മേ? എങ്ങനെ നമ്മൾ തിരിച്ചു വരും? എങ്ങനെ തിരിച്ചു വരും? അത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരത്തെ പ്രോഗ്രാം എനിക്കിഷ്ടം. അതാ പിന്നെ അധികം വെയിലും ഉണ്ടാവില്ല. നമുക്ക് റിലാക്സ്. വെയിലുണ്ടെങ്കിൽ വേഗം ടയേർഡാവും അല്ലേ? തണലത്തൂടെ നടക്കട്ടെ. വെയിലും തന്നെ വെറുതെ കൊള്ളുന്നത്. ഓക്കെ, നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണേ. നമ്മളിപ്പോട്ട് എല്ലാം കൈ പിടിച്ചാലോ? എന്തായിരിക്കും അവസ്ഥ? അയ്യോ ഞങ്ങൾ പിന്നെ ഭയങ്കര അയ്യോ എവിടെയാണെന്ന് ആർക്കറിയാം. അവിടെ സ്വർഗം ഫിഷ് ലാൻഡ് ഇല്ലേ? അത് ഈ റൂട്ടാ പോകുന്നത്. ഇത് കുറച്ച് മതി. ഓ നമുക്ക് 2 ആപ്പിൾ വാങ്ങിപ്പോയാലോ? പൈസ കൊടുക്കാൻ അവരോട് പറയുന്നത്. കപ്പളങ്ങയോ? എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മതി. ഡ്രാഗൺ ഫ്രൂട്ട് പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല കൈസേ. എന്തോ ഒരു പച്ചച്ചോവ പോലത്തെ ചോറയാ. ഇത് എവിടെയാ വണ്ടി കിടക്കുന്നതല്ലേ? ഉള്ള വെയിൽ മുഴുവൻ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് നമുക്ക് വണ്ടിയിൽ കയറാട്ടോ. അയ്യോ എൻ്റെ കൈ
അതാ ഉള്ളി നോക്കാം, അവനെ തൊട്ട വരുമോ? നമ്മള് വണ്ടിയിൽ കയറുവാണ്. വയസ്സല്ലേ, ആര് കയറിയാലും കുഴപ്പമൊന്നുമില്ല, ഇരുന്നോ. വണ്ടിയിലടക്കം ചൂട്. ഓനോ ഓനോ ഓനോ, അതാ അമ്മ ഒഴുകിപ്പോയ പോലെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഉരുണ്ടും പറഞ്ഞ് നിലത്ത് കിടന്നേന് ഞാൻ. അപ്പൊ വലിയ ആശ്വാസമാണ്. പക്ഷെ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇത് കേറി ഇരിക്കുവാണ് ഗൈസ്. ഓനോ ഓനോ, കണ്ടു 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 കണ്ടു. ഫോൺ കിട്ടിയില്ല. അതാ ശരിക്കും എന്തിനാ പിന്നെ ബേക്കിൽ വേണ്ട പെട്ടെന്ന് കേറിക്കൂടാ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. എല്ലാരും കയറി വരട്ടെ ഗായ്സ്. അപ്പോൾ നമ്മൾ ചുള്ളിയോട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അന്ന് ഡബ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. അമ്മേനെ വിളിച്ചുകൊണ്ട് അവർ 2-3 പേര് സ്റ്റുഡിയോയിലേക്ക് വേണ്ടി പോയിട്ടുണ്ട്. എന്തോ ഒരു കറക്ഷൻ ഉണ്ട്, 2-3 ഭാഗങ്ങളിൽ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ മിക്കവാറും നമുക്കൊരു പ്ലേ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അവർ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോയാൽ മതി എന്നാണ് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. അവർ വരുമോ ഇല്ലയോ നോക്കാം. നമ്മുടെ വണ്ടിയിൽ കുറച്ച് പേരേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. പിന്നെ ഗായ്സ് നമ്മളങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊരു വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ഇത് ഈ വഴി ഈ വഴി ഈ വഴി ഈ വഴി ഈ വഴി താഴേക്ക് പോകാനാ പറഞ്ഞേ. അറിയത്തില്ല, അതെ ആ വീടാന്ന് തോന്നുന്നത്. അവിടെ ഒരു വീട് കാണുന്നില്ലേ തോന്നുന്നു. അമ്മേ എന്തൊരു ചൂടാണ് എൻ്റെ കാഴ്ച, ഭയങ്കര ചൂടോട് ചൂടാണ്. അയ്യോ പറ്റില്ല, പൊള്ളി പോവാ വെയിലടിക്കുന്നോടത്ത്. അത് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ അതല്ലേ, അതാന്ന് തോന്നുന്നു. അതാ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ അപ്പം അങ്ങനെ നടക്കാണ് കേട്ടോ. അത് ആ പൂ നിൽക്കുന്നുണ്ടല്ലേ, കുടിക്കണോ? ആണോ? എനിക്ക് ഈ തുടക്കി മാത്രമേ വേനുള്ളൂ, ബാക്കി വേറെ ഇങ്ങോട്ട് കയറാല്ലേ. നല്ലൊരു ഇറക്കമാണ് ഗൈസ്, ഒന്നും പറയണ്ട. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കാലാകെ അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ദൂരം പറഞ്ഞില്ല. ഇതുണ്ടോ നമ്മൾ ആ കാണുന്ന വീട്ടിലേക്ക് നിന്നൊന്നും ഗൈസ് പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ദേ വെയിൽ വന്നു. എൻ്റെ അമ്മേ, വെയിൽ മാത്രം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഗായ്സ്. അതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരെന്താ റെക്കോർഡ് ചെയ്യാൻ പോയതാണോ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാനുണ്ടാവൂലേ? ചില ഡയലോഗിലൊന്നും അല്ലല്ലേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. ശരിയാ, കട്ടിങ് വന്നു എടുത്തല്ലേ. അതെ ഗൈസ്, നമ്മളിതൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. അവര് കടയിലും കണ്ടുപോയതാ. അപ്പോൾ അതെ നമ്മൾ ഈ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ കയറിയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കാം കേട്ടോ. എൻ്റെ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടോ? നല്ല രസമാണ്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഒരുപാട് വീടുകളുണ്ട്, പക്ഷേ ഈ വീട് അതിൽ നിന്നൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫാനുണ്ട് എൻ്റെ കാഴ്ച. ഉണ്ടോ? അപ്പം നമുക്കിവിടെ ഇരിക്കാവേ. പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൂച്ചക്കുട്ടന്മാരുണ്ടെന്നാണ് കേസ് തോന്നുന്നത്. അപ്പോൾ ഇനി മമ്മയൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വരട്ടെ. പിന്നെ നമുക്ക് ഡയലോഗ് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് കുറച്ച് ലാഗ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. ഇതൊക്കെ കൂടി കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ കറക്റ്റ്. ഇപ്പം ലാഗ് വരുമ്പോൾ നമുക്ക് സംശയമാവും
പറഞ്ഞ് മനസ്സിലായില്ലേ? യെസ്, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇപ്പം നമ്മൾ ചായ കുടിച്ചു വന്നുള്ളൂ. അപ്പം ജ്യൂസ് വന്നിട്ടുണ്ട്. വാട്ടർമെലൺ ജ്യൂസാണ്. റിഫ്രഷ് ആയി ഞങ്ങൾ ചായ കുടിച്ചു ബത്തേരിന്ന്. അപ്പോൾ ഉച്ചയ്ക്കല്ലേ ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് 5 മണിക്കിട്ടല്ലേ കരാചേട്ടാ ഇവിടെ വരുന്ന 4 മണിക്ക്. ഭക്ഷണം കഴിക്കാനായില്ല, വിശക്കുന്നില്ല. മക്കളൊക്കെ നല്ലൊരു ഇറക്കല്ലേ ഇങ്ങോട്ട്. ഗൈസ് അപ്പം ഞങ്ങൾ റീൽസ് എടുക്കാൻ ഓർക്കാണ്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ചപ്പർ റീൽസ് എടുക്കാം അല്ലേ? റെഡി? ഓക്കെ ചെയ്യല്ലേ? ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ നല്ല ഫണ്ണി ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളെവിടുന്നാ ചെയ്യേണ്ടേ? നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളടത്ത്. ഹായ് ഗൈസ്, നോക്കൂ ചെടി, നമുക്ക് നല്ല വെറൈറ്റി ചെടിയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെടി കാണുന്നത്. ഇവിടെ കുറേ ഇലകളുടെ പ്ലാന്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷേ ഇതിൻ്റെ ചെറുതാണ് നമുക്കുള്ളത് കേട്ടോ. ഉണ്ട് ഒരുപാട്. ഇവിടെ സൺലൈറ്റ് കറക്റ്റ് കിട്ടുന്നുണ്ട്. ചെടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഉണ്ടല്ലേ, ചെടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഉണ്ടല്ലോ, ലാൻഡ്സിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഒന്ന് കോറിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം നമ്മൾ ആ വീട്ടിൽ വിശ്രമിച്ച ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ള റീൽസൊക്കെ എടുത്ത് നമ്മളൊന്ന് പോവുകയാണ്. നമ്മളെ അവർ വിളിച്ചിട്ടുണ്ട്. അമ്മേ നല്ല മടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷാള് എടുത്തവരാണെങ്കിൽ നന്നായി, കാരണം നല്ല വെയിൽ അതുകൊണ്ട് നമ്മളിതേ അങ്ങോട്ട് നടന്നു പോവാണ്. ഫുഡ് കഴിക്കാനാണ് പറയുന്നത്. നല്ല ടയേർഡാവുന്നുണ്ട് എൻ്റെ ഗൈസ്. ഏതാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അതൊരു വലിയ കൂറ്റൻ കയറ്റമാണ് ഗൈസ്. അതെ, അതുകൊണ്ട് നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ട്. ഗൈസ് അപ്പം നമ്മൾ വണ്ടിയിലാണ്. വണ്ടി കയറി ഇതല്ലേ വന്നല്ലോ. ഡബ് ചെയ്തോ? പോയിട്ട് ഡബ് ചെയ്തു. രാഷ്ട്രത്തെ കുറച്ചുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പുതിയത് ഡയലോഗ് ഉണ്ടോ? പിന്നെ ഡയലോഗ് ഉണ്ടോ? ഒരു മാസം പറഞ്ഞാൽ തീരുകയല്ല. നാടകം ഒരു പഞ്ചിയിൽ എത്തിക്കട്ടെ, സന്തോഷത്തിലേക്ക് എത്തിക്കട്ടെ. അതിന്റെ പണിയാണ്. ആണോ? ആ കുറച്ച്. പിന്നെ ലാസ്റ്റ് ഓരോ ഡയലോഗ് എല്ലാരും കൂടെ പറയുന്നത്. എല്ലാരും കൂടെ ഞാനില്ലല്ലോ, എല്ലാരും കൂടിയാ. അവിടെ താഴെ വീട്ടിൽ പോയി ഞങ്ങൾ 2-3 റീൽസ് ഒക്കെ എടുത്തു. അവരുടെ റീൽസ് എടുത്ത് കഴിഞ്ഞ് അവര് എല്ലാവർക്കും വാട്ടർമെലൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ ഇവിടെയാ കയറുന്നത്. എടാ എൻ്റെ ഫോണ് ക്യാമറക്ക് ചാർജില്ല. പോവാനാ? ഫുഡ് കഴിക്കുന്ന കാണിക്കണ്ട. പോവാം, എടുത്തോ. ഫുഡ് കഴിക്കാൻ പോവാം. ഫോൺ എൻ്റെ എടുത്താ കേട്ടോ അമ്മ, വെച്ചിട്ട് വാ. ഗായ്സ് നമ്മളിതേ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. ഇത് അവരിറങ്ങുന്നുണ്ട്, അവരിറങ്ങട്ടെ ഗൈസ്. എവിടെ പോയി? എനിക്ക് മമ്മയ്ക്ക് കയറല്, മമ്മയ്ക്ക് ഇറങ്ങി വരവ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ബാഗ് മാറ്റിയിട്ട് ആ സീറ്റ് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കയറി വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓ ഇതാ ഗൈസ്, ഇതാണ് നമ്മുടെ ഊണ് ഷോപ്പ്. കഴിഞ്ഞില്ല, അപ്പോൾ നമുക്ക് കൈ വാഷ് ചെയ്യാം ഗൈസ്. പച്ചപ്പൂക്കൾ 5-10 പാക്കറ്റും. ഹലോ ഹലോ, ഒന്ന് കൈ കഴുകണം, ഒന്ന് മാറണം.
അപ്പൊ നിങ്ങളിപ്പോ വലിക്കുന്നതാണ് ഭ്രാന്ത് വരുന്നുണ്ട്. എവിടെ വന്നാലും അവിടെയൊക്കെ നമ്മൾ അടിയാണ് ഗൈസ്. നമുക്ക് അകത്ത് പോയിരിക്കാം അല്ലേ? ഫാൻ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് കാണാം. അല്ലേ ഞാനിവിടെ ഇരിക്കാം. സ്റ്റൂൾ എടുത്തരാം. അപ്പുറത്തേക്ക് ഇരിക്കും. അവിടെയോ? ആ ബാക്കിൽ ലൈറ്റ് പ്രോബ്ലം ഇല്ലാത്തത് കുഴപ്പമൊന്നുമില്ല. അമ്മ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യണം. ഇവിടെ വന്നപ്പോഴേക്കും ലൈറ്റ് ആകുമ്പോൾ പോയി ഗൈസ്. ഇവിടെയാ അങ്ങോട്ടിരിക്കാം. ഇരിക്കണോ? ഇരിക്കണോ? ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ചോറ് കുറേ ഇട്ടേണ്ടത് വൈകുന്നേരം വരെ ചോറുണ്ട്. മമ്മയ്ക്ക് കുറേ ഉണ്ട്. ഞാൻ മമ്മേൻ്റെ അടുത്തേക്ക് ചാടി നിന്നിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല രസത്തിലുള്ള ഇലയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് അധികം പിഞ്ചിലയാണ്. പിന്നെ നമ്മൾ പിഞ്ചില എന്ന് പറയും കേട്ടോ. മോസ്റ്റ് ചോറിട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ ചോറ് വിളമ്പുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം കറികളും സംഭവങ്ങളൊക്കെ എന്താ നമുക്ക് നോക്കാം അല്ലേ ഗൈസ്. ഇപ്പം എല്ലാ കറികളും വന്നിട്ട് ലാസ്റ്റത്തെ ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പം നല്ല ചൂട് ചോറ് ആണ്. കറിയും കൂടി വരുമ്പോൾ കുറേ ആവുമ്പോൾ ഗൈസ്. അപ്പം നമ്മുടെ ചോറും കറികളും എല്ലാം വന്നിട്ടുണ്ട്. മോര് കറി, സാമ്പാർ, മീൻ കറി, തോരൻ, പപ്പടം, മീൻ വറുത്തത്, ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ചോറിൽ വന്നിരിക്കുന്നത്. ചോറിൽ അല്ലേ മമ്മ? നമുക്ക് മോശമാണ് നമ്മുടെ ചോറ് കഴിക്കാം. ഒന്ന് ഞാൻ തന്നെ ഞാൻ തന്നെ വാങ്ങി കഴിക്കണം. നോക്കാം ഫുഡിൻ്റെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ മോത്ത് നല്ല ലൈറ്റില്ലേ ഗൈസ്? യെസ്, ലൈറ്റ് വേണം. ഫുഡ് കഴിക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ, ചോറ് കാണുന്നുണ്ടോ? അമ്മനെ കാണുന്നുണ്ടോ ഗൈസ്? അമ്മ ഇത് കഴിക്കണം. ഇങ്ങനെ ക്യാമറ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഗൈസൊക്കെ കാണട്ടെ. നമ്മുടെ മീൻ വറുത്തണ്ട. ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടായി, കുഴപ്പമൊന്നുമില്ല അല്ലേ? നിങ്ങൾ മോശമായിട്ട് കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓർഡറിന് വരും. ഗായ്സ്, അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. ബേസിൽ മെസ്സാണ് ഇത്. എവിടെയാണ് സ്ഥലം? കഞ്ഞി, ഊണും കപ്പയൊക്കെ എവിടെ ഉള്ളൂ. രാവിലെ കഞ്ഞി, ചുള്ളിയുടെ തന്നെയാണ്. വരുന്നൊരു വഴിക്കാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പക്ഷേ അവർ ഓർഡർ കൊടുക്കുന്നവർക്ക് മാത്രം തോന്നുന്നു ഫുഡ് കൊടുക്കുള്ളൂ തോന്നുന്നു അല്ലേ? ഈ ഫ്ലവർ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ നമ്മ? ഓർക്കിഡ് ആണോ? അതെ ഓർക്കിഡ് തന്നെ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിലേക്ക് തിരിച്ചു പോയിരിക്കാമെന്ന് ഓർക്കാണ്. ആഫ്റ്റർ ഫുഡ് എൻ്റെ ദൈവമേ ഞാൻ നല്ലോണം കഴിച്ചു. കാരണം വീട്ടിൽ അപ്പൂപ്പൻ വന്നിട്ട് കുറേ ചോറും കൊണ്ടിട്ടു. ഞാനാണെങ്കിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് ചോറിട്ടത് കണ്ടുമില്ല. മുഴുവൻ കഴിച്ചില്ലേ? മുഴുവൻ കഴിച്ചു. കാരണം ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വയറ് നിറഞ്ഞേ ഞാൻ അറിഞ്ഞില്ല. അതാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ അല്ലേ? അതെ. അപ്പം നമുക്ക് കയറാവേ. കഴിക്കാം. അമ്മ ഇരുന്നിട്ട് വേണം ഗൈസ് എനിക്കിരിക്കാൻ. എൻ്റെ മമ്മ എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര ചൂടല്ലേ? ചൂട്. അമ്മേ ഫുഡ് കഴിച്ചിട്ട് കുറച്ചൊക്കെ പേര് വന്നിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങളും അവരുടെ കൂടെ കൂടി ഞങ്ങൾക്ക് മുടിയൊക്കെ നയിച്ചത് ഫ്രഷ് ആവണ്ടേ ഗായ്സ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഇരുന്ന് അതേ വീട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അയ്യോ മഴക്കാറുണ്ടല്ലേ? മഴ പെയ്യോ? ഇവിടെ എന്താ തിരിക്കാൻ പറ്റില്ലായിരുന്നല്ലേ? അപ്പം നമുക്ക് ആ വീട്ടിലേക്ക് വീണ്ടും പോവാം. അമ്മ കണ്ടില്ലല്ലോ വീട്? ആ പൂ നിൽക്കുന്ന വീടുണ്ടോ? അതാണ് വീട്. നല്ല രസമാണ് അമ്മ. എനിക്കിഷ്ടമായി ആ വീട്.
പേടിക്കണ്ട, പോയി കുടിച്ചു. അല്ല കുപ്പിയില്ലല്ലോ കയ്യില്. ഞാൻ നിങ്ങള് നേരത്തെ കുടിച്ചില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിക്കും. സാരല്ല, നമുക്കൊന്നുകൂടി കുടിക്കാം. നമ്മളാ കുടിക്കാത്തേട്ടോ. സാരല്ല, എന്ത് സ്വഭാവം സാരല്ല, ഇപ്പഴും കുടിക്കാൻ വേണം, നേരത്തെ കുടിക്കാം. കുടിച്ചാലും തീരൂല, അതുകൊണ്ടാണ് ഞാൻ വന്ന് പോരാൻ നേരത്ത് തീർക്കണ്ടത്. അയ്യോ എനിക്ക് വയ്യ. ഇതല്ലേ നോക്ക്, എന്ത് രസമല്ല, എന്ത് ഹൈലൈറ്റ് അല്ലേ, കളർ ഹൈലൈറ്റോട് ഹൈലൈറ്റ് ആണ്. അടിപൊളിയായിട്ട് അത് ആ ചീരയെല്ലാം മേക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ തോരൻ വെക്കുന്ന ചീര. ഇത് പേരെന്താണ്? കണ്ടോ കണ്ടോ ഗൈസ്, കണ്ടോ ഇതാണ്ടോ ഈ പൂ, എന്ത് രസമല്ലേ. അടിപൊളിയില്ലേ. അമ്മയ്ക്ക് ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കളർ സെയിം ആയിട്ടുണ്ട്. വീണ്ടും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അകത്തൊരു കുറച്ച് ഇരിക്കാൻ കഴിച്ചേ വരും. നമ്മുടെ ചേച്ചി ഒരു അടിപൊളി സംഭാരം കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ മത്തങ്ങ ജ്യൂസ് വരുന്നത് സംഭാരം. അടിപൊളി, സൂപ്പർ, നല്ല തണുപ്പ്, അടിപൊളി, നല്ല രസമുണ്ട്. ഇപ്പം വെയിലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്നത്. അടിപൊളി, ഒരു കാലം കുടിക്കും. അടിപൊളിയാണ്. വയറപ്പം തന്നെ നല്ല ഫുള്ളാണ് കഴിച്ചത് അല്ലേ? വയറ് ഫുള്ളാണ്. ഫുഡ് അപ്പം സമയത്തിന് കിട്ടുന്നുണ്ട്, വലിയ സമാധാനമാണ് ഗൈസ്. ഫുഡ് ഉണ്ടല്ലോ നമുക്ക് കുടിച്ച് വയറ് ഫുള്ളായി. ആ ബിസ്ക്കറ്റ് കുടിച്ചതില്ലേ അമ്മേ ഗായ്സ്? അപ്പം നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴ കഴിഞ്ഞ് നമ്മൾ ശരി മഴ കഴിഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഇട്ടേച്ച് പോയിട്ടോ. എന്നാ മഴ മോസ്റ്റ് മഴ എന്ന് പറഞ്ഞെങ്കിൽ മോസ്റ്റ് മഴയാണ്, ഇടിയോ ഇതിലപ്പുറം ഇല്ലേ. ഇപ്പം എന്തായാലും നമ്മുടെ ക്ലൈമറ്റ് നല്ല ചേഞ്ചായി, നല്ലൊരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അയ്യോ ഇത് പിടിച്ച് സിബ് നടക്കട്ടെ. നമ്മളങ്ങനെ അയ്യോ പിടിച്ചോ അയ്യോ ആ വീട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തില്ല. ഇല്ല ഞാൻ എടുക്കണം നോക്കിയായിരുന്നു, എടുത്തില്ല. എന്നെ കാണിക്കും. ഹലോ ഫോൺ പിടിച്ചോ, ഫോൺ എടുത്തോ നോക്കട്ടെ. എല്ലാ ഫോണും നോക്ക്. ആ ഉണ്ട്, ഫോണെല്ലാം ഉണ്ട്. അമ്മേ അപ്പം നമ്മളിനി പോവാണ്. അവർ ഞങ്ങളിന്ന് വിളിക്കാതെ വരെ പോയി വയസ്സല്ലേ, വിളിച്ചു പോലില്ലല്ലോ. ഭയങ്കര ആത്മാർത്ഥത, ഭയങ്കര തിരക്ക്. അത് മൂക്കത്താണല്ലോ. ഇപ്പം നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് പുതിയ വോയിസ് കൊണ്ടതും അതിനകത്ത് പകുതി മുക്കാലും ഇല്ല. ഞാൻ പറയുമ്പോഴാണ് അവരത് നോക്കുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്ക്, ആർക്കും ഒരു ശ്രദ്ധയില്ല ഒരു കാര്യത്തിന്. എന്നിട്ട് നമ്മളോട് ഭയങ്കര ചാട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നത്. അമ്മേ 1.5 കയറ്റുന്നുണ്ട്. നമ്മൾ ചായ അവിടെ നിന്ന് തന്നായിരുന്നു കേട്ടോ. നമ്മളുണ്ടാക്കുന്ന പോലത്തെ ചായ. നമ്മളെപ്പോൾ ചായ ഉണ്ടാക്കിയാലും ഗൈസ് ഓരോ സ്പൈസസ് ഇടും. ചിലപ്പം ഇലക്കി ഇടും, ചിലപ്പം കറുവപ്പട്ട ഇടും, ചിലപ്പോൾ ഗ്രാമ്പു ഇടും അല്ലേ അമ്മേ? വെള്ളം ഉണ്ടാക്കുമ്പോൾ അതെ. അവരോട് എന്നെ കാണിക്കണോ? നമുക്ക് പോയി നോക്കാം. ട്രാവലർ എവിടെയാ പോലും അല്ലേ? ഇനി നമ്മൾ ലേറ്റ് ആയെന്നും പറഞ്ഞ് ചാടുവോ? ചാടും. ഇതെന്നെ കടക്കാനല്ലേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇല്ലില്ല, അത് അവിടെ ഉണ്ടെല്ലാവരും. അവിടെ നിൽപ്പുണ്ട് കഴിച്ചില്ലായിരുന്നേ. ആ ഇല്ല അല്ല ആ ഗായ്സേ, ഇത് എൻ്റെ കേരള അഭിമാന സാംസ്കാരിക കലാജാഥ. നോക്ക്, നമ്മുടെ വണ്ടിയിൽ മറ്റേ കലാജാഥൻ്റെ സൂത്രമൊക്കെ ഇതേ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഒട്ടിച്ചിട്ടുണ്ടേ. ഇപ്പം നമുക്കെന്ത് ചെയ്യാം, നമ്മുടെ വണ്ടിയിൽ കയറിയിരിക്കാം. ഇതേ ഫ്രണ്ടിലും അതെ. ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഗായ്സേ നമ്മൾ ഇന്ന് രാവിലെ നമ്മളിവിടെ നിന്നിട്ടായിരുന്നു ഫോട്ടോ എടുക്കണം അല്ലേ? ഇവിടെ നിൽക്കുന്നത് ഇപ്പോഴാണ് എന്തായാലും അടിപൊളിയായത്. രാവിലത്തെ ഫോട്ടോകൾ നമുക്കിത് രാവിലെ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? മഴയൊക്കെ പെയ്ത് വണ്ടിയാകെ മുഴുവൻ ഉണ്ടോ നനഞ്ഞ് ഗായ്സേ മോസ്റ്റായിട്ട് നനഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി കയറാം.
അങ്ങനെ നമ്മൾ വണ്ടിയിലിരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഇവിടെ തന്നെയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചീരാൾ എന്ന സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് നമ്മൾ പഠിച്ച് പോകണല്ലേ. അപ്പോൾ ക്യാമറയ്ക്ക് ചാർജ് ഇല്ല, എനിക്ക് ചാർജ് ചെയ്തിടണം. പിന്നെ എല്ലാവരും ടീംസൊക്കെ സെറ്റാണ്. ഓക്കെ, ഞങ്ങളൊന്ന് വേഗം പോയി പ്രോഗ്രാം ചെയ്തിട്ട് വരാം. ഗായ്സ്, അങ്ങനെ നമ്മളിത് ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയല്ലേ വന്ന് വേണ്ടിയത്? ആരാ സ്ഥാനാർത്ഥിന്റെ പേരെന്താ? ആണോ? നമുക്ക് നോക്കാം. വിശ്വനാഥൻ ആണോ? നമ്മുടെ വിശ്വനാഥൻ സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കലാജാഥയിൽ നമുക്ക് ആശംസകളൊക്കെ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ മമ്മ? അങ്ങനെ നമ്മുടെ ചുള്ളിയോടിലെ കലാജാഥ നമ്മൾ അവസാനിപ്പിച്ച് അടുത്ത നമ്മള് മൂലങ്കാവാണോ? നമ്മൾ നേരെ മൂലങ്കാവിലേക്ക് പോവാണ് ഗൈസ്. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. മൂലങ്കാവിലേക്കല്ലേ? നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെവിടെ ഇപ്പൊ മൂലങ്കാവ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് നമ്മളിനി നമ്മൾ സുൽത്താൻ ബത്തേരി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മുടെ ടീംസ് ഒക്കെ നടന്നു വരുവാണ്. നമ്മുടെ എന്താ ഇത് വഴിക്കടി പോകുമ്പോൾ കാണുന്ന ഷോപ്പാണ്. ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. കാര്യമായിട്ട് എന്തൊക്കെയുള്ളൂ. കൈ എഴുതാൻ വേണ്ടി പോവാണ്. പോവാം. ഇപ്പം നമ്മളിത് എവിടെയാണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത്? ഓനോ, നമുക്ക് സീറ്റില്ലേ? കഷ്ടം. ആ സീറ്റുണ്ട്. അയ്യോ, ഇതെന്താ പൊട്ടിയതാണല്ലോ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വീഴില്ലേ? ഇല്ല, എല്ലാവർക്കും അല്ലേ ഇവിടെ ഇരിക്കാൻ കഴിയും. എവരിവൺ സിറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് വരട്ടെ. ഞങ്ങൾ ഇനി എങ്ങനെ ഇത് എല്ലാവരും ഫുഡ് കഴിക്കുന്ന മാറുന്നു. അയ്യോ, മഴ പെയ്തു. ഹലോ, അതൊന്ന് പിടിക്കൂ. എന്തൊക്കെ തിരക്കുകളെ കാണുന്നേ. എന്താ കാഴ്ച, എന്ത് പണിയാ നോക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസ്ഥ എന്നല്ലാതെ എന്തെന്നാ പറയുക. എന്റെ കാഴ്ച എനിക്ക് അവസ്ഥ. കാഴ്ച അപ്പൊ നമുക്ക് മഴയും കണ്ട് ഫുഡ് കഴിക്കാം. എന്റെ ദൈവം, എന്താണ് ഈ കാണുന്നത്? അയ്യോ, മഴ അവസ്ഥ. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ട അവസ്ഥയായിപ്പോയി അല്ലേ? കറി വേണ്ട, എല്ലാവർക്കും അവസ്ഥ. നോക്കട്ടെ, ഒരിക്കലും ഒഴിച്ചാ തുള്ളിക്കാ. ആ മതി. എന്റെ മോനെ അവിടുന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് തകർത്ത് പെയ്തോണ്ടിരിക്കോ. കാണുന്നുണ്ടോ? മഴ തെറിക്കുന്നുണ്ടോ കഴിച്ച അങ്ങോട്ടേക്ക്? മഴയും നമ്മള് ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. അതെ. വേഗം ഫുഡ് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. എന്നിട്ട് മഴ നിന്നിട്ടില്ല കേട്ടോ. മഴ മമ്മ ഇവിടെ ഫാനിനെ കണ്ട് മുട്ടി. വി ആർ ഗോയിങ്. നമ്മൾ പോവാണ് കേട്ടോ. മോസ്റ്റ് വണ്ടികളാണ്. എന്താണ് സീബ്ര ഇല്ല, അതുകൊണ്ട് നമുക്ക് പോകാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ട്രാവലർ കയറാൻ പോവാന്ന്. അപ്പൊ നമുക്ക് കയറാം കേട്ടോ. മഴ എപ്പോഴും നിന്നിട്ടില്ല കേട്ടോ, നല്ല മഴയുണ്ട്. നമ്മളിതാ കേറി. അങ്ങനെ നമുക്കുള്ള റൂമിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെയാണോ? ഇവിടെയാണോ? ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മുടെ റൂം എവിടെ എന്താണെന്ന് നമുക്കറിയത്തില്ല. നോക്കട്ടോ.
പോണ്ടത് എന്റെ ബുക്ക് കയ്യിലല്ലേ എന്റെ തന്നില്ലായിരുന്നോ? ആ അപ്പൊ നമുക്ക് നാലിലുള്ള റൂമാണ്. ഓക്കെ നമ്മൾ നടന്നു പോവാണ് ഗൈസ്. ഇതെവിടെ ചുള്ളിയോട സ്ഥലം? അല്ലല്ലോ മൂലങ്കാവല്ലേ? ആ മൂലങ്കാവാണ് കേട്ടോ. അയ്യോ അതെ അതെ. വീഡിയോ ഞാൻ വ്ളോഗറാ. എവിടെ ഈ ഒരു റൂമുള്ളൂ? ഓക്കെ അപ്പൊ ഇതാണോ റൂം? ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ചെരുപ്പ് ഇതാണ് ഈ സൈഡിൽ തന്നെ ഇടാം. ഈ സൈഡിൽ തന്നെ ഇടാന്ന്. നമുക്ക് വേഗം ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യണം. ഭയങ്കര ഇതാ വെച്ച് വെയിറ്റ് ഇവിടെ വെയിറ്റ് ആണ് ഗൈസ്. അപ്പോഴേ റൂം ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാന്ന് വിചാരിക്കുന്നു. ആ മിററുണ്ട് ഇവിടെ. ആ നല്ല ടയേർഡായിട്ടുണ്ട്. എത്ര ലോഹയായിരുന്നു ഞാനിപ്പോഴാണ് എന്നെ കാണും ഗൈസ്. അപ്പം നമ്മൾ റൂമിലേക്ക് വന്ന് എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരാളത് അവിടെ കിടന്ന് ഉറങ്ങിയാ പോകുന്നത്. ഞങ്ങൾ 3 പേരും ഈ ഒരു ബെഡിലാണ് കിടക്കാൻ പോകുന്നത് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മളിനി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് നേരെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാല്ലേ അല്ലേ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്. ഓ നമ്മുടെ റൂം എല്ലാവരും കണ്ടായിരുന്നല്ലോ നേരത്തെ. ഈ റൂമൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. പുറപ്പിന്റെ മുകളിൽ സർക്കസ് കളിക്കട്ടെ. അതന്നെ ഭയങ്കര ചൂടെടുത്ത് രക്ഷയില്ല ദൈവമേ. അയ്യോ കൈയടിച്ചു.